ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ കളക്ഷൻ ഫ്രെയിംവർക്ക് എന്ന ടോപ്പിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. ഫ്രെയിംവർക്ക് എന്നുള്ളത് ഉണ്ടായത് സെറ്റ് ഓഫ് റൂൾസ് ആണ്. സിൻറ്റാക്സ് പോലെ അല്ല. സിൻറ്റാക്സ് ആണെങ്കിൽ ആ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോഗ്രാം കമ്പൈൽ ചെയ്ത് റൺ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുമ്പോൾ സാധാരണ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് അനുസരിച്ച് കോഡ് എഴുതണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ പ്രത്യേക ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക റൂൾസ് ഉണ്ട്, അതിനനുസരിച്ച് ടൈപ്പ് ചെയ്ത് പോകണം എന്നുള്ളതാണ് ശരിക്കും ഫ്രെയിംവർക്ക് എന്നുള്ളത്. ഇനി അതിൻ്റെ എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. കളക്ഷൻ ഫ്രെയിംവർക്ക് എന്നുള്ള ഒരു ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്. കളക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് റൂൾസ് അല്ലെങ്കിൽ കളക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് എഴുതുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട റൂൾസ്, അതുപോലെ തന്നെ നമ്മൾ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുമ്പോൾ ആ റൂൾസ് അനുസരിച്ച് വേണം നമ്മൾ ടൈപ്പ് ചെയ്യാൻ. അങ്ങനത്തെ കുറച്ച് റൂൾസ് ഉണ്ട്. ആണ് കളക്ഷൻ ഫ്രെയിംവർക്കിൽ വന്നത്. അത് നമ്മൾ കളക്ഷൻ എന്താണെന്നുള്ള അറിയണം. കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഡാറ്റയുടെ കുറച്ച് ഗ്രൂപ്പിനാണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ മാത്സിൽ നമ്മൾ സെറ്റ് പഠിച്ചിട്ടുണ്ടാവും. സെറ്റ് ഇങ്ങനെ മാത്സ് തന്നെ പല രീതിയിലൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടാവും. നമുക്ക് ആ റെപ്രസെൻറ്റേഷൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. നമുക്ക് ആ സെറ്റിൻ്റെ റൂളാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കാരണം സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളക്ഷൻ ഓഫ് ഐറ്റംസ് ആണ്. ആ ഐറ്റംസ് റിപ്പീറ്റ് ചെയ്ത് സെറ്റിൻ്റെ റൂൾ അനുസരിച്ച് ഐറ്റം ഒരു പ്രാവശ്യം സെറ്റിൽ വരാൻ പാടുള്ളൂ. നമ്മൾ സാധാരണ മാത്സിലൊക്കെ സെറ്റ് നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്ത് പോകാറുള്ളത്. പക്ഷെ നമുക്കിവിടെ സിമ്പിൾ വെക്കാൻ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ജാവയിൽ സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബിൽറ്റ് ഇൻ ക്ലാസ് ഒക്കെ ഉണ്ട്. അത് യൂസ് ചെയ്തിട്ട് സെറ്റ് ക്രിയേറ്റ് ചെയ്ത് സെറ്റ് ജാവ പ്രോഗ്രാമിൽ യൂസ് ചെയ്യാം. ഒരു സെറ്റിൽ 1 2 3 4 എന്നുള്ള ഐറ്റംസ് ഉണ്ടെന്ന് വിചാരിക്കാം. വേറെ സെറ്റിൽ 4 3 2 1 എന്നുള്ള ഐറ്റംസ് ഉണ്ട്. രണ്ടിലെ ഐറ്റംസ് സെയിം ആണ്. ശരിക്കും പറഞ്ഞാൽ രണ്ട് സെറ്റ് ആയിട്ടാണ് നമ്മൾ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ രണ്ട് സെറ്റും സെയിം ആണ്. ഐറ്റത്തിൻ്റെ ഓർഡർ മാറ്റി എന്ന് വെച്ചിട്ട് സെറ്റ് മാറില്ല. 1 2 3 4 എന്നുള്ള സെറ്റും 4 3 2 1 എന്നുള്ള സെറ്റും 1 3 2 4 എന്നുള്ള സെറ്റും സെയിം ആണ്. അതായത് സെറ്റിൻ്റെ റൂൾ അനുസരിച്ച് ഐറ്റത്തിൻ്റെ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല. അതിലുള്ള ഐറ്റംസ് ഏതൊക്കെയാണെന്നുള്ളതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ സെറ്റിൻ്റെ റൂൾ അനുസരിച്ച് ഐറ്റം റിപ്പീറ്റും ചെയ്യരുത്. ഇങ്ങനെ 1, 2, 2, 3, 4 എന്നിട്ടുണ്ടെങ്കിൽ ഒരു സെറ്റ് എന്ന് പറയാൻ പറ്റില്ല. 2 എന്നുള്ള ഐറ്റം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അത് സെറ്റല്ല. അതിൽ 1 2 3 4 5 എന്നുള്ള വേറെ സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന വിചാരിക്കാം. ഈ സെറ്റ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എഴുതിയ സെറ്റ്സ് തമ്മിൽ ഡിഫറെൻ്റ് ആണ്. കാരണം ഈ 5 എന്നുള്ളൊരു പുതിയ ഐറ്റം പുതിയ സെറ്റിലുണ്ട്. രണ്ട് റൂളുകൾ നമ്മൾ ജാവ ചെയ്യുമ്പോഴും അറിഞ്ഞിരിക്കേണ്ട രണ്ട് റൂള് പറഞ്ഞത്. പിന്നെ അതേപോലെ നിങ്ങൾ ഡാറ്റ സ്ട്രക്ചർ സബ്ജക്റ്റിൽ പഠിച്ചു തുടങ്ങിയപ്പോൾ കുറേ ഡാറ്റ സ്ട്രക്ചേഴ്സ് പഠിച്ചിട്ടുണ്ടാവും. അത് ഈ സമയം പഠിച്ചിട്ടുണ്ടാവും. ചിലത് അഡ്വാൻസ്ഡ് ഡാറ്റ സ്ട്രക്ചർ എന്ന് വേറെ സബ്ജക്റ്റ് വരുന്നുണ്ട്. അതിൻ്റെ കുറെ പഠിക്കുന്നുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ ലിസ്റ്റ് പഠിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ പഠിപ്പിക്കാൻ പോകുന്നുള്ളായിരിക്കും. അറിയില്ല കംപ്ലീറ്റ് ആയെന്നുള്ളത്. ലിസ്റ്റ്, സ്റ്റാക്ക്, ക്യൂ, ട്രീ, ഹാഷ്, അങ്ങനെ കുറേ ഡാറ്റ സ്ട്രക്ചർ. ഡാറ്റ സ്ട്രക്ചർ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ കുറേ ഡാറ്റയുടെ കളക്ഷൻസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ചെയ്യുന്ന ഡാറ്റ സ്ട്രക്ചർ എന്ന സബ്ജക്റ്റ്. ആ ഡാറ്റ കളക്ഷൻ അല്ല ഡാറ്റ എങ്ങനെ യൂസ് ചെയ്യും, അതിൻ്റെ അൽഗോരിതത്തിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ഡാറ്റ സ്ട്രക്ചർ എന്ന സബ്ജക്റ്റ്. ആ സബ്ജക്റ്റിൽ നിങ്ങൾ പഠിക്കേണ്ട ഡാറ്റ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ കളക്ഷൻസ്
നമുക്ക് ജാവയിൽ ബിൽറ്റ് ഇൻ ക്ലാസ് യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാം. ക്യൂ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പ്രോഗ്രാം മുഴുവൻ സീലൊക്കെ പ്രോഗ്രാം മുഴുവൻ എഴുതേണ്ടി വരും. സ്റ്റാക്ക് ക്രിയേറ്റ് പ്രോഗ്രാം മുഴുവൻ എഴുതേണ്ടി വരും. ട്രീ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇതിനൊക്കെ ജാവയിൽ ബിൽറ്റിനായിട്ടുള്ള കോഡ് ഉണ്ട്. നമുക്ക് അത് ഇഷ്ടപ്പെടുത്ത് യൂസ് ചെയ്ത് അതിന്റെ ബിൽറ്റ് ഫംഗ്ഷൻസ് യൂസ് ചെയ്യേണ്ട കാര്യമുള്ളൂ. നിങ്ങളിതിപ്പോൾ ഡാറ്റ സെറ്ററിൽ ലിസ്റ്റ് പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ലിസ്റ്റും സെറ്റായിട്ട് ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഐറ്റംസ് ലിസ്റ്റിൽ റിപ്പീറ്റ് ചെയ്യാം. അത് 1 2 3 4 ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന വിചാരിക്കാം. വേറെ ലിസ്റ്റ് 1 2 3 2 4 ക്രിയേറ്റ് ചെയ്ത് വേറെ ഇതിൽ 1 2 2 3 4 വേറെ ലിസ്റ്റ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ലിസ്റ്റിന്റെ റൂൾ അനുസരിച്ച് ഇതേപോലെ തന്നെ സെറ്റ് ഓഫ് ഐറ്റംസ് ആണ്. പക്ഷെ ഐറ്റംസ് റിപ്പീറ്റ് ചെയ്യാം. ഈ ലിസ്റ്റിന് തന്നെ പല ടൈപ്പ് ഉണ്ട്. ചില ടൈപ്പിൽ ഐറ്റത്തിന്റെ ഓർഡർ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. മിക്കവാറും ഒരുമാതിരി എല്ലാ ലിസ്റ്റിലും ബേസിക് ഉണ്ടെങ്കിൽ ഐറ്റത്തിന്റെ ഓർഡർ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഇങ്ങനെ നമ്മൾ 3 ലിസ്റ്റ് ഞാനിവിടെ എക്സാമ്പിൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. 3 ലിസ്റ്റും ഡിഫറെന്റ് ലിസ്റ്റാണ്. 1 2 3 4 എന്ന് പറഞ്ഞ ലിസ്റ്റും അല്ലെങ്കിൽ കളക്ഷൻ എന്ന് പറഞ്ഞെങ്കിലും 1 2 3 2 4 എന്ന് പറഞ്ഞ കളക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും രണ്ട് ലിസ്റ്റാണ്. 2 ഒരെണ്ണത്തിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, വേറെ എണ്ണത്തിൽ 2ഉം 3ഉം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് 3 സെയിം അല്ല. അതുപോലെ ലിസ്റ്റിൽ സാധാരണ രീതിയിൽ ഐറ്റത്തിന്റെ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഉണ്ടാവും. 4 3 2 1 എന്ന് ചെയ്താൽ വേറെ ലിസ്റ്റാണ്. പിന്നെ ലിസ്റ്റ് തന്നെ നിങ്ങൾ ഡാറ്റ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടോ അറിയില്ല. പല ടൈപ്പിൽ ലിസ്റ്റ് നിങ്ങൾ പഠിക്കാനുണ്ടാവും. ലിങ്ക്ഡ് ലിസ്റ്റ് തന്നെ സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡബിളി ലിങ്ക്ഡ് ലിസ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. പഠിപ്പിക്കാൻ പോകുന്നതായിരിക്കും. വേറെ ആരെ ലിസ്റ്റ് ഉണ്ട്. ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സിംഗിൾ ലിങ്ക്ഡ് ലിസ്റ്റ് ചെയ്യാം, ഡബിൾ ലിങ്ക്ഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ, അരേ ലിസ്റ്റ്, അങ്ങനെ കുറെ ഡാറ്റ സെറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ബിൽറ്റ്-ഇൻ ക്ലാസ്സസ് ഒക്കെ ഉണ്ടാകും. പിന്നെ അതുപോലെ ക്യൂബ്, സ്റ്റാക്ക്, ഇതൊക്കെ കളക്ഷൻസ് ആണ്. അതെല്ലാം ക്രിയേറ്റ് ചെയ്യാൻ ബിൽറ്റ്-ഇൻ ക്ലാസ്സസ് ഉണ്ട്. നിങ്ങൾ ഡീറ്റെയിലായിട്ട് പഠിക്കണ്ട. ലിസ്റ്റിന് കുറച്ച് എക്സാമ്പിൾ, കളക്ഷൻസ് കുറച്ച് എക്സാമ്പിൾ പഠിച്ചിരുന്നാൽ മതി. അതിൽ പറഞ്ഞു. പിന്നെ ഇതുപോലെ ലിസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു കളക്ഷൻ എന്ന് പറഞ്ഞാൽ മാപ്പ് എന്ന് പറയും. മാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഡാറ്റ സെറ്ററിൽ ലാസ്റ്റ് മോഡിലുള്ളതായിരിക്കും, ചിലപ്പോൾ എടുത്തുടങ്ങി ഉണ്ടാവില്ല. ഹാഷ് ടേബിൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഹാഷിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഡാറ്റ സെറ്ററിൽ പഠിക്കും. ഹാഷിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുറെ ഡാറ്റയുടെ കളക്ഷനാണ്. ഹാഷ് മാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കുറെ ഡാറ്റയുടെ കളക്ഷനാണ്. പക്ഷെ അതിൽ ഡാറ്റയുടെ കൂടെ ഒരു കീയും ഉണ്ടാവും. അതായത് കുറെ ഡാറ്റ 1, ഡാറ്റ 2, ഡാറ്റ 3 അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഐറ്റത്തിന്റെ കൂടെ
ഒരു കീ ഉണ്ട്. അത് ഡാറ്റ വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു കീയും ഒരു ചിലപ്പോൾ കീ വൺ എന്നുള്ള കീയും ആയിരിക്കും, ഒരു ഡാറ്റ ഉണ്ടാവും. എന്തോ ഒരു ഡാറ്റ വേണമെന്ന് വിചാരിക്കാം. അതുപോലെ സെക്കൻഡ് ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒരു കീയും അതിൻ്റെ കൂടെ അതിൻ്റെ ഹസ്ബൻഡിന് ഡാറ്റ ഉണ്ടാവും. അതുപോലെ തേർഡ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ഇതുപോലെ അതിനൊരു കീ ഉണ്ടാവും, അതിലൊരു ഡാറ്റ ഉണ്ടാവും. അങ്ങനെ ആയിരിക്കും. അത് ഒരു ഡാറ്റയുടെ കൂടെ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ 1 എന്നുള്ള ഒരു ഡാറ്റ, 2 എന്നുള്ള ഒരു ഡാറ്റ, 3 എന്നുള്ള സെപ്പറേറ്റ് വേറെ ഡാറ്റ ചെയ്ത്. പക്ഷെ മാപ്പിൽ വരുമ്പോൾ അല്ലെങ്കിൽ കാഷിലൊക്കെ വരുമ്പോൾ വെച്ചാൽ ഡാറ്റയുടെ കൂടെ ഒരു കീ ഉണ്ടാവും. ആ ഡാറ്റ വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ആ കീ വെച്ചിട്ടായിരിക്കും ഡാറ്റ ഐഡന്റിഫൈ ചെയ്തെടുക്കുന്നത്, അല്ലെങ്കിൽ ഡാറ്റയുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ ഡാറ്റ റെഫർ ചെയ്യുന്നത്. ഇങ്ങനെ സ്റ്റുഡൻസിന്റെ ഡാറ്റ ഒരു മാപ്പായിട്ട്, മാപ്പ് എന്നുള്ളൊരു ബിൽറ്റിൻ ക്ലാസ് ഉണ്ട് ജാവയിൽ, അത് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഇംപ്ലിമെന്റ് ചെയ്യുക. അപ്പോൾ സ്റ്റുഡൻസിന്റെ ഡാറ്റയാണ് മാപ്പായിട്ട് ജാവയിൽ സ്റ്റോർ ചെയ്ത് വെച്ചെങ്ങനെ വിചാരിക്കുക. അപ്പം മിക്കവാറും ഇങ്ങനെ ആയിരിക്കും. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ വല്ലതൊക്കെ ആയിരിക്കും. ഇങ്ങനൊരു കീ ഉണ്ടാവും, ചിലപ്പോൾ റോൾ നമ്പർ, എന്തെങ്കിലും ഐഡി എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പിന്നെ എന്തെങ്കിലും പേരുണ്ടാവും. പിന്നെ ഒരു ഇങ്ങനെ ഏജ് മാർക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു കീ ഉണ്ടാകും. പിന്നെ സ്റ്റുഡൻസ്, ഏതൊരു പർട്ടിക്കുലർ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ്, അത് ഡാറ്റ. പിന്നെ ഇതുപോലെ അടുത്ത കീ ഉണ്ടാകും. ആ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഒരു കീ ഡാറ്റ, അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ടായിരിക്കും. അഭിജിത്തിൻ്റെ എന്നുള്ളൊരു സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ കീ, അത് SNG90CS01 ആണ് കീ എന്നുണ്ടെങ്കിൽ ആ കീ വെച്ചിട്ടായിരിക്കും അഭിജിത്തിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ അഭിജിത്തിൻ്റെ ഡീറ്റെയിൽസ് എവിടെയാണ് മെമ്മറി സ്റ്റോർ ചെയ്തിരിക്കണമെന്ന് കണ്ടുപിടിക്കുന്നത് ഈ കീ വെച്ചിട്ടായിരിക്കും. അതുപോലെ അരുണിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് പ്രോസസ് ചെയ്യുന്ന സിറ്റുവേഷൻ വരുമ്പോൾ ഈ അരുണിൻ്റെ കീ, അതായത് SNG90CS002 എന്നുള്ള കീ വെച്ചിട്ടായിരിക്കും അരുണിൻ്റെ ഡീറ്റെയിൽസ് കണ്ടുപിടിക്കുന്നത്. ഒന്നും നിങ്ങൾക്ക് ഡെപ്ത് പഠിക്കേണ്ട കാര്യമില്ല, ബേസിക് ആയിട്ട് ഉണ്ടാക്കി എടുത്താൽ മതി. മാപ്പിലും ഇതുപോലെ കുറേ ഡാറ്റാസ് ഉണ്ടാവും. ഇതിൽ ഓരോ ഡാറ്റ എടുക്കുക, അക്സസ് ചെയ്യാനായിട്ട് ഓരോ ഡാറ്റയ്ക്കും കറസ്പോണ്ടിങ് ഒരു കീ ഉണ്ടാവും. കീ യൂസ് ചെയ്തിട്ടായിരിക്കും ആ ഡാറ്റ നമ്മൾ എടുക്കുന്നത്. അത് നമ്മൾ ആരെയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പൊസിഷനിലെ കണ്ടന്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ആരുടെ നെയ്യും എന്താണെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പൊസിഷൻ കൊടുക്കും. ഫസ്റ്റ് എലിമെന്റ് എടുക്കണമെങ്കിൽ നെയിം 0, നെയിം എന്നുള്ള ആരെയല്ല ഫസ്റ്റ് പൊസിഷനിലെ കണ്ടന്റ് എടുക്കണമെങ്കിൽ നെയിം ഓഫ് 0 എന്നും പറഞ്ഞു കൊടുക്കും. അതുപോലെ നെയിം സെക്കൻഡ് നെയിം എടുക്കണമെങ്കിൽ നെയിം ഓഫ് 1 എന്നും പറഞ്ഞു കൊടുക്കും. ഈ അരയിലെ കണ്ടന്റ് എടുക്കാൻ സാധാരണ പൊസിഷനാണ് ഇൻഡെക്സായിട്ട് നമ്മൾ കൊടുക്കാറുള്ളത്. നെയിം എന്നുള്ളത് ഒരു മാപ്പായിരുന്നു, അല്ലെങ്കിൽ സ്റ്റുഡൻറ് എന്നുള്ളൊരു മാപ്പ് നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് വിചാരിക്കാം. സ്റ്റുഡൻറ്റിൻ്റെ ഏതെങ്കിലും പർട്ടിക്കുലർ സ്റ്റുഡൻറ്റ് ഇൻഫർമേഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ പൊസിഷൻ അല്ല ഇൻഡെക്സായിട്ട് കൊടുക്കുന്നത്, അതുകൊണ്ട് സ്റ്റുഡൻറ്റിൻ്റെ റോൾ നമ്പർ നമ്മൾ കൊടുക്കും. ഏതൊരു കീ നമ്മൾ സ്റ്റുഡൻറ്റിന് സെറ്റ് ചെയ്തിട്ടുണ്ട് ആ കീ വെച്ചിട്ട് സ്റ്റുഡൻറ്റിൻ്റെ ഇൻഫർമേഷൻ നമുക്ക് എടുക്കാം. ഈ സ്റ്റുഡൻറ്റ് എന്നുള്ള മാപ്പ് ആണെങ്കിൽ ബ്രാക്കറ്റിൽ നമ്മൾ കീ കൊടുത്തിട്ടായിരിക്കും സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് റീഡ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യണം. അതുപോലെ ട്രീ എന്നുള്ള കളക്ഷൻ ഉണ്ട്. ഈ മെത്തേഡ് നിങ്ങൾ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അത് ഞാൻ ഈ ജാവയിൽ എനിക്കത് ആവശ്യമില്ല. ഈ ട്രീ എന്നുള്ള കളക്ഷൻ എന്താണെന്നുള്ളത് ചോദിക്കാനൊന്നും വഴിയില്ല. കളക്ഷന് കുറച്ച് എക്സാമ്പിൾസ് ചോദിക്കുള്ളൂ. അപ്പോൾ ഈ സെറ്റ്, ലിസ്റ്റ്, മാപ്പൊക്കെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം ഉണ്ടാവുള്ളൂ. ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി, കാരണം ഫ്രെയിം വർക്ക് എന്താണെന്നുള്ളതിൽ ക്വസ്റ്റ്യൻ മെയിനായിട്ട് ചോദിക്കുള്ളൂ. അതിന് കളക്ഷൻ എന്താണെന്ന് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും.
ക്യൂ ഉണ്ട്, സ്റ്റാക്ക് ഉണ്ട്, നിങ്ങൾ ഡാറ്റ സെറ്റ് ഇപ്പൊ സിലബസ് കവർ ചെയ്യുന്ന അറിയാൻ പാടില്ല. നിങ്ങൾ ഡാറ്റ സെറ്റിൽ പഠിച്ചിട്ടുള്ള കളക്ഷൻസ് നിങ്ങൾ ചാറ്റിലൊന്നും നിങ്ങൾക്ക് അറിയാവുന്ന കളക്ഷൻസ് ചാറ്റ് ടൈപ്പ് ചെയ്യുക. ഇപ്പൊ ഏതെങ്കിലും ലിങ്ക് ലിസ്റ്റ് തന്നെ ഏതൊക്കെ ടൈപ്പിലിട്ട് ലിങ്ക് ലിസ്റ്റ് പഠിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയാവുന്ന ലിങ്ക് ലിസ്റ്റ്സ് അല്ല, ക്യൂ തന്നെ ചിലപ്പോൾ പല ടൈപ്പിൽ ക്യൂ പഠിപ്പിച്ചിട്ടുണ്ടാവും. സ്റ്റാക്ക് തന്നെ പല ടൈപ്പിൽ സ്റ്റാക്ക് പഠിപ്പിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് അറിയാവുന്ന ഡാറ്റ സെറ്റേഴ്സ് അല്ലെങ്കിൽ കളക്ഷൻസ് ഒരു ചാറ്റിൽ ടൈപ്പ് ചെയ്യും. ക്യൂ നിങ്ങൾ ഡബിൾ എൻഡഡ് ക്യൂ ഒക്കെ പഠിച്ചിട്ടുണ്ടോ? ഡബിൾ എൻഡഡ് ക്യൂ, സർക്കുലർ ക്യൂ, നിങ്ങൾക്കത് ചാറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യാൻ പറയുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മറ്റേ ഡാറ്റസിൻ്റെ ഒരു കളക്ഷൻ ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിപ്പോൾ ഒരാൾ ആരെയെന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. ആരെ ഏറ്റവും സിമ്പിളായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഡാറ്റ സെറ്റാണ് അല്ലെങ്കിൽ കളക്ഷനാണ്. രാവിലെ അരയുണ്ട്, അതേപോലെ തന്നെ സ്റ്റാക്ക് ഉണ്ട്. സ്റ്റാക്ക് തന്നെ ചിലപ്പോൾ നിങ്ങൾ പഠിപ്പിച്ചപ്പോൾ ലാഭില്ലാത്തതുകൊണ്ട് അധികം കാര്യം കണക്കാത്തതുകൊണ്ട് ചെയ്യിപ്പിച്ച് കാണിക്കില്ല, ഉണ്ടാവില്ല. അങ്ങനെ ശരിക്കും റെഗുലറായിട്ട് ലാബ് നടന്നിരുന്നിട്ടെങ്കിൽ അതിൻ്റെ എക്സ്പെരിമെന്റ് ഇതിൻ്റെയൊക്കെ ചെയ്യാണ്ടായ സ്റ്റാക്ക് തന്നെ അര യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാം. അര യൂസ് ചെയ്തുള്ള സ്റ്റാക്ക് നിങ്ങളുടെ ക്ലാസ് പഠിക്കാനുള്ളതാണ്. അതേപോലെ ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ് ചെയ്തിട്ട് സ്റ്റാക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. രണ്ടിനും അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ട്. അത് ക്യൂ അതുപോലെ തന്നെ അര യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ് ചെയ്തിട്ട് ക്യൂ ഇംപ്ലിമെന്റ് ചെയ്യാം. ഏറ്റവും സിമ്പിളായിട്ടുള്ള ക്യൂ അരയുടെ ക്യൂ ഉണ്ട്, ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ക്യൂ ഉണ്ട്. പിന്നെ ക്യൂ തന്നെ സർക്കുലർ ടൈപ്പിലെ ക്യൂ ഉണ്ട്, ഡബ്ല്യു ലിങ്ക്ഡ് ലിസ്റ്റ് വെച്ചുള്ള ക്യൂ ഉണ്ട്. ലിങ്ക്ഡ് ലിസ്റ്റ് തന്നെ സിംഗിൾ ലിങ്ക്ഡ് ലിസ്റ്റ്, ഡബിൾ ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ട്. ട്രീ തന്നെ പല ടൈപ്പിലെ ട്രീസ് ഉണ്ട്. ട്രീയുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിക്കവാറും
സീനിയർ ക്ലാസ്സിലും ഇപ്പോൾ ഉണ്ടാകാൻ വഴിയുള്ളൂ. ട്രീയുടെ ബേസിക്സ് മാത്രമേ കഷ്ടത്തിൽ ഉണ്ടാകാൻ വഴിയുള്ളൂ. ഗ്രാഫ് ഇതേപോലെ തന്നെ പല ടൈപ്പിൽ ടു ഡയമെൻഷൻ ആരെ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം, ലിങ്ക് ലിസ്റ്റ് വെച്ചിട്ട് ഉണ്ടാക്കി എടുക്കാം. അങ്ങനെ പല രീതിയിലൊക്കെ ഗ്രാഫ് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഈ ഡാറ്റ സ്ട്രക്ചർ ഈ നിങ്ങൾ ഈ ലിസ്റ്റ് ചെയ്തൊക്കെ കാര്യത്തിന് ശരിക്കും ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് അത് തന്നെ ശരിക്കും കളക്ഷൻ എന്ന് പറയുന്നത് കുറേ ടൈപ്പില്ല, ഇത് പ്രോപ്പർട്ടി വെച്ചിട്ട്. കാരണം വെച്ചാൽ എല്ലാ സ്റ്റാക്കും ആരെയല്ല, അതുപോലെ എല്ലാവരും സ്റ്റാക്കല്ല, അല്ലെങ്കിൽ എല്ലാ ക്യൂ സ്റ്റാക്കല്ല. സ്റ്റാക്ക് ഒരു കുറച്ച് ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട്, അത് സ്റ്റാക്ക് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് റൂൾസ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യാനുണ്ട്. ആ പ്രോപ്പർട്ടി സെറ്റ് ഓഫ് ഐറ്റംസ് ആ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്റ്റാക്ക് ആവുള്ളൂ. സ്റ്റാക്കിൻ്റെ റൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഐറ്റം ഇങ്ങനെ സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുന്നു. റിട്രീവ് ചെയ്യുമ്പോൾ നമുക്ക് ഐറ്റം ലാസ്റ്റ് ഇൻസെർട്ട് ചെയ്ത ഐറ്റം നമുക്ക് ആദ്യം എടുക്കാൻ റിട്രീവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് സ്റ്റാക്ക് എന്ന് പറയുന്നത്. സ്റ്റാക്കിൻ്റെ റൂൾ അതാണ്. നമുക്ക് വെറുതെ ഇങ്ങനെ ഇൻസെർട്ട് ചെയ്തുകൊണ്ടിരിക്കുക, എന്തിലിങ്ങനെ ഇൻസെർട്ട് ചെയ്തുകൊണ്ടിരിക്കും. ആ ഇൻസെർട്ട് ചെയ്ത പൊസിഷനിൽ നിന്ന് തന്നെ നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റുള്ളൂ. ആ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം ഡാറ്റയുടെ കളക്ഷൻസിന് നമ്മൾ സ്റ്റാക്ക് എന്ന് പറയും. അപ്പോൾ ഏതെങ്കിലും ഒരു കളക്ഷൻ ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഇൻസെർട്ട് ചെയ്യണതിൻ്റെ റിവേഴ്സ് ഓർഡറിൽ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് സ്റ്റാക്ക് എന്ന് പറയും. അതിൽ വേറെ കുറേ ഐറ്റംസ് ഉണ്ട്, അല്ലെങ്കിൽ ഡാറ്റ ഉണ്ട്, അല്ലെങ്കിൽ വേറെ കളക്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ ഇൻസെർട്ട് ചെയ്യണ ഓർഡറിൽ തന്നെ അത് ഫസ്റ്റ് ഇൻസെർട്ട് ചെയ്ത് ഫസ്റ്റ് നമുക്ക് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ക്യൂ എന്ന് പറയും. അതുപോലെ ലിങ്ക് ലിസ്റ്റ് ട്രീക്ക് അതിൻ്റെ കുറേ റൂൾസ് ഒക്കെ ഉണ്ട്. അപ്പം ഈ നിങ്ങൾ ഈ ബേസിക് ആയിട്ടുള്ള ഡാറ്റ സെറ്റ് കൂടാതെ ഇതിൻ്റെ പല വേരിയേഷനിൽ തന്നെ വേറെ കുറേ ഡാറ്റ സെറ്റും ഉണ്ട്. പക്ഷെ ഇതിനെല്ലാം ഹെൽപ്പ് ചെയ്യണം. ഇപ്പം സിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റാക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ കോഡ് ചെയ്തണം, ക്യൂ ഇംപ്ലിമെന്റ് ചെയ്യാൻ കോഡ് ചെയ്തണം, ലിങ്ക് ലിസ്റ്റ് കോഡ് ചെയ്തണം, ട്രീക്കുകൾ കോഡ് ചെയ്തണം. പക്ഷെ ജാവയിൽ ഇതിനെല്ലാത്തിനും ഹെൽപ്പ് ചെയ്യണം ബിൽറ്റിൻ ആയിട്ടുള്ള ക്ലാസ്സസ് ഉണ്ട്. ആ ക്ലാസ് യൂസ് ചെയ്തിട്ട് അതിലെ ബിൽറ്റിൻ ഫങ്ഷൻസ് നമുക്കറിയാമെന്നുണ്ടെങ്കിൽ ഈ ഇൻസെർട്ട് ചെയ്യണം, ഡിലീറ്റ് ചെയ്യണം, പോപ്പ് ചെയ്യണം, പുഷ് ചെയ്യണമൊക്കെ നമുക്ക് ഈസി ആയിട്ട് ആ ബിൽറ്റിൻ ഫങ്ഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യാം. പിന്നെ അതേപോലെ ഇപ്പം ഈ ഡാറ്റ സെറ്റിൻ്റെ വലിയ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നു വിചാരിക്കും. ഒരു സ്റ്റാക്ക് തന്നെ വിചാരിക്കും, ഒരു S1 സ്റ്റാക്ക് ക്രിയേറ്റ് ചെയ്യാൻ പോകണമെന്ന് വിചാരിക്കാം. ചിലപ്പോൾ എൻ്റെ ഇതിൽ ആ സ്റ്റാക്കിൽ നമ്പേഴ്സ് ആയിരിക്കും ഇൻസെർട്ട് ചെയ്യണം. 4 ഇൻസെർട്ട് ചെയ്ത് ഒന്ന് പോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടോപ്പിൽ നിന്ന് 4 പോവും. വീണ്ടും 5 6 ഇൻസെർട്ട് ചെയ്തെന്ന് വിചാരിക്കാം. വീണ്ടും പോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റാക്കിൻ്റെ ടോപ്പിലാണ് 6 പോവും. അങ്ങനെ പോവും. വീണ്ടും 7 8 എന്തൊക്കെ ഇൻസെർട്ട് ചെയ്തു, വീണ്ടും പോപ്പ് ചെയ്യുന്നു, 8 പോകുന്നു, വീണ്ടും പോപ്പ് ചെയ്ത് 7 പോകുന്നു. അങ്ങനെ S1 സ്റ്റാക്കിൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്പർ അല്ലെങ്കിൽ ഇൻഡിജറാണ്. പക്ഷെ ഒരു പ്രോഗ്രാമർക്ക് ചിലപ്പോൾ നമ്പേഴ്സിൻ്റെ സ്റ്റാക്ക് കോഡ് എഴുതേണ്ടി വരും. അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ പ്രോഗ്രാമർക്ക് ഓരോ എലിമെന്റ് നെയിം ആയിട്ടുള്ള രീതിയിലാണ്. അതായത് ഫസ്റ്റ് കേസിൽ നമ്പേഴ്സ് ആയിരുന്നു ഓരോന്നും, അതിന് പകരം നെയിം ആയിരിക്കും പുഷും പോപ്പും ചെയ്യണത്. കാരൺ, ബാബു, സാബു ഇത് പുഷ് ചെയ്തെന്ന് വിചാരിക്കാം. പിന്നെ നമ്മൾ പോപ്പ് ചെയ്യുന്നു, പോപ്പ് ചെയ്യുമ്പോൾ സാബു പോകുന്നു. വീണ്ടും നമ്മൾ അജിത്ത് വരും പുഷ് ചെയ്തെന്ന് വിചാരിക്കാം. വീണ്ടും നമ്മൾ എന്തെങ്കിലും പോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ വരും പോകുന്നു, വീണ്ടും എന്തെങ്കിലും പുഷ് ചെയ്യുന്നു. അപ്പോൾ S1 സ്റ്റാക്കിൽ കണ്ടൻസ് നമ്പറും S2 സ്റ്റാക്കിൽ കണ്ടൻസ് നെയിംസും, S3 സ്റ്റാക്കിൽ ഒരു എലിമെന്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസും ഒരു പർട്ടിക്കുലർ സ്റ്റുഡൻറ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽ ആയിരിക്കും. അത് അരുണ് പകരം അരുണിൻ്റെ നമ്പർ, ഈ കോണ്ടാക്ട് നമ്പർ, ഇമെയിൽ ID, ഇത്രയും കാര്യങ്ങൾ ചേർന്നിട്ടുള്ളതായിരിക്കും ഒരു ഐറ്റം. ഫസ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞാൽ ഈ അരുണിൻ്റെ ഡീറ്റെയിൽസ് മുഴുവനും കൂടി ആയിട്ടായിരിക്കും.
സെക്കൻഡ് ആയിട്ട് എന്ന് പറയുമ്പോൾ വേറെ ഏതൊരു സ്റ്റുഡൻറ്റിൻ്റെ ബാബു എന്നുള്ള സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ചേർന്നിട്ടുള്ളതായിരിക്കും. ബേസിക് ആയിട്ടുള്ള അത് തന്നെയാണ്, അല്ല സ്റ്റാക്ക് തന്നെയാണ്. സ്റ്റാക്കില്ല, നിങ്ങളുടെ ഐറ്റം മാറുന്നുണ്ട്. ഫസ്റ്റിൽ നമ്പേഴ്സ് ആയിരുന്നു, പിന്നെ നെയിംസ് ആയി, പിന്നീട് പർട്ടിക്കുലർ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് മുഴുവനുള്ള രീതിയിലായി ഒരു ഐറ്റം എന്നാണെങ്കിൽ ഇതിലെല്ലാം ചെയ്യണത് പുഷ് ചെയ്യുമ്പോൾ എൻഡിൽ പോയി സ്റ്റോർ ആകും. കോപ്പി ഡിലിറ്റ് ചെയ്തെടുക്കുമ്പോൾ കോപ്പി ചെയ്തെടുക്കുമ്പോൾ എൻഡിൽ നിന്ന് ഡിലിറ്റ് ചെയ്തെടുക്കും. നമുക്കൊരു പ്രോഗ്രാമിൽ S1 എന്നുള്ള സ്റ്റാക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വന്നു, S2 എന്നുള്ള സ്റ്റാക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വന്നു, S3 എന്നുള്ള സ്റ്റാക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾ സിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ഈ S1 ഈ ഇൻറ്റിജർ നമ്പർ വെച്ചിട്ടുള്ള ഒരു സ്റ്റാക്ക് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ പുഷ് ചെയ്യാൻ വേണ്ടി പുഷ് എന്നുള്ള ഫംഗ്ഷൻ, ചിലപ്പോൾ പുഷ് ഇൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. പോപ്പ് ചെയ്യാൻ വേണ്ടി പോപ്പ് ഇൻറ്റ് എന്നുള്ള ഫംഗ്ഷൻ ചിലപ്പോൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ലോജിക് പറയുന്നുള്ളൂ. അതുപോലെ S2 എന്നുള്ള വേറെ സ്റ്റാക്ക് കൂടി ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അതിൽ വേർഡ്സ് ആയിരിക്കും പുഷ് ചെയ്യേണ്ടത്. അപ്പോൾ ചിലപ്പോൾ പുഷ് നെയ്യും പോപ്പ് നെയ്യും ഫംഗ്ഷൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. വീണ്ടും വേറെ സ്റ്റാക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേറെ ഫംഗ്ഷൻസ് ഒക്കെ ആയിരിക്കും. ചിലപ്പോൾ പുഷ് സ്റ്റുഡ് പോപ്പ് സ്റ്റുഡ്. നിങ്ങൾ പലരും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഗ്രാമിൽ പല ടൈപ്പില്ല കളക്ഷൻസ്, അല്ലെങ്കിൽ ഒരു കളക്ഷൻസിൻ്റെ സ്റ്റാക്ക് എന്നുള്ള കളക്ഷൻ തന്നെ പല ടൈപ്പിലെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ കോഡ് എഴുതുമ്പോൾ എല്ലാ കോഡും പല രീതിയിലായി പോകും. ചിലപ്പോൾ അതായത് ബേസിക് ചെയ്യുന്നത് ആരും തന്നെയാണെങ്കിലും പുഷ് ചെയ്യാന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പം 3 ഫംഗ്ഷൻ വന്നു, പുഷ് നെയിം പുഷ് സ്റ്റുഡ് 3 വന്നു. ഡിലിറ്റ് ചേർക്കാൻ വേണ്ടി പോപ്പ് ഇൻറ്റ് പോപ്പ് നെയിം പോപ്പ് സ്റ്റുഡൻറ്റ് അങ്ങനെ വേറെ വേറെ ഫംഗ്ഷൻസ് വന്നു. അപ്പം എല്ലാം പല ടൈപ്പിലാകുമ്പോൾ ഒരു യൂണിഫോം ലുക്കോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഇതിനകത്ത് ഉണ്ടാകണമെന്നില്ല. അതായത് വേറൊരാൾ ഈ പ്രോഗ്രാം മോഡിഫൈ ചെയ്യാൻ വരുമ്പോൾ അയാൾക്ക് ഇത് മനസ്സിലാക്കി എടുക്കാൻ പാടായിരിക്കും. കാരണം എല്ലാം സ്റ്റാക്ക് തന്നെയാണ്, ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പുഷും പോപ്പും തന്നെയാണ്. പല ടൈപ്പിലെ ഫംഗ്ഷൻസ് പല നെയിംസ് വന്ന് എല്ലാം കൂടി കോംപ്ലിക്കേറ്റ് ആകും. അറിയാം. അതുപോലെ നിങ്ങൾ ക്യൂ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലെ തന്നെ അരേ യൂസ് ചെയ്തിട്ട് ക്യൂ നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ലിങ്ക് ലിസ്റ്റ് യൂസ് ചെയ്തിട്ട് ക്യൂ പഠിച്ചിട്ടുണ്ടാവും. അപ്പം അരേ യൂസ് ചെയ്തിട്ടുള്ള ക്യൂ ആണെങ്കിലും ഇതേപോലെ തന്നെ പുഷും പോപ്പ് എന്നുള്ള ഫംഗ്ഷൻ ഉണ്ടാവും. അതേപോലെ ലിങ്ക് ലിസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള ക്യൂ ആണ് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ അതിലും പുഷും പോപ്പും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അത് രണ്ടും നിങ്ങൾ മാറിപ്പോവാതിരിക്കാൻ വേണ്ടി ചിലപ്പോൾ പോപ്പ് ലിസ്റ്റ് പോപ്പ് പുഷ് ലിസ്റ്റ് ലിസ്റ്റ് യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത ക്യൂ ആണെന്നുണ്ടെങ്കിൽ പുഷ് ലിസ്റ്റും പോപ്പ് ലിസ്റ്റും എന്നുള്ള രീതിയിലാക്കി ചിലപ്പോൾ നിങ്ങൾ ഫംഗ്ഷൻ ചിലപ്പോൾ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അരേ യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ലിസ്റ്റ് ഇംപ്ലിമെന്റ് ക്യൂ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുഷ് അരേ പോപ്പ് അരേ ഞാൻ രണ്ടുപേരും മാറിപ്പോവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ അതിൻ്റെ പേര് മാറ്റി കൊടുത്തിട്ടുണ്ടാവും. അപ്പം നിങ്ങളൊരു പ്രോഗ്രാമിൽ തന്നെ 2 ക്യൂ ക്രിയേറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്ന് ഒന്ന് അരേ യൂസ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വന്ന് വേറെ ലിങ്ക് ലിസ്റ്റ് യൂസ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വരുന്നത് രണ്ടിലുണ്ടാവും പുഷും പോപ്പും. രണ്ടിൻ്റെ പുഷും പോപ്പും തമ്മിൽ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചിലപ്പോൾ ഫംഗ്ഷൻ നെയിം മാനേജ് നെയിം മാറ്റി കൊടുത്തിട്ടുണ്ടാവും. ഇതുപോലെ കുറേ ഫംഗ്ഷൻസ് ഒക്കെ വന്ന് മൊത്തം കോംപ്ലിക്കേറ്റഡ് ആകും. ഈ കോംപ്ലിക്കേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജാവ കുറേ സ്റ്റാൻഡേർഡ്സ് പറഞ്ഞിട്ടുണ്ട്. ആ സ്റ്റാൻഡേർഡ്സ് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുമ്പോൾ ഈ കോംപ്ലിക്കേഷൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് പ്രോഗ്രാം അല്ലെങ്കിൽ പ്രോഗ്രാമിന്റെ അണ്ടർസ്റ്റാൻഡബിലിറ്റി ഇൻക്രീസ് ആകുമെന്ന് പറയാം. ഒരു പ്രോഗ്രാം കുറച്ച് സിമ്പിൾ ആകും. ആരെങ്കിലും വായിച്ചു നോക്കിയാൽ പെട്ടെന്ന് പ്രോഗ്രാം എന്താണെന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ വരും. ഇങ്ങനെ ബേസിക്കായിട്ട് ഇങ്ങനെ വിചാരിക്കും. അപ്പൊ ഈ ജാവയുടെ കളക്ഷൻ ഫ്രെയിംവർക്ക് നല്ലോണം അറിയാവുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ ഇപ്പൊ സ്റ്റാക്ക് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ക്യൂ ഇംപ്ലിമെന്റ്
ചെയ്യുന്ന അര യൂസ് ചെയ്തിട്ടാണെങ്കിലും അവർ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ പുഷും പോപ്പ് തന്നെയായിരിക്കും. അതേപോലെ ക്യൂ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ് ആയിട്ടാണെങ്കിലും അതിന് യൂസ് ചെയ്യണ ഫംഗ്ഷൻ പുഷും പോപ്പും തന്നെയായിരിക്കും. പക്ഷെ ഇത് തമ്മിൽ കോഡിൽ മാറിപ്പോവില്ല. ഒന്ന് പറഞ്ഞുതരാം. പിന്നെ ചില ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ സ്റ്റാൻഡേർഡ്സ് ആണ്. ഇതിപ്പോൾ ചെയ്യുന്ന കാര്യത്തിൽ എന്തായാലും പുഷും പോപ്പ് ചെയ്യണത് ബാക്ക്ഗ്രൗണ്ടിൽ അരയാണ്, ലിങ്ക് ലിസ്റ്റ് ആണ്, ട്രീ ആണ്, എന്താണെന്നുള്ളതൊന്നും കോഡിൽ വരാത്ത രീതിയിൽ ഹൈഡ് ചെയ്യും. പ്രോഗ്രാമർ പുഷും പോപ്പും എന്നുള്ള രീതിയിൽ മാത്രമേ ചെയ്യൂ. കാരണം ഇനീഷ്യൽ സ്റ്റാർട്ടിങ് പോയിന്റിൽ എവിടെയെങ്കിലും ഈ ലിങ്ക് ലിസ്റ്റ് ആണ് ആരെയാണെന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ബാക്കി അത് കഴിഞ്ഞിട്ട് എല്ലാം ഇൻസർട്ട് ചെയ്യുമ്പോൾ പുഷാണ് പോപ്പ അങ്ങനെ കൊടുക്കുന്നുണ്ടാവണം. ഈ പുഷ് അരയിലോട്ടാണ് ലിങ്ക് ലിസ്റ്റിലോട്ടാണ് പോകുന്നത് നമുക്ക് കോഡ് നോക്കി പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ കോഡ് സിമ്പിളായിട്ട് പുഷും പോപ്പും നടക്കുന്നു എന്നുള്ള രീതിയിൽ അതായത് ബാക്ക്ഗ്രൗണ്ടിലെ ഇംപ്ലിമെന്റേഷൻ ഈ പ്രോഗ്രാമറിൽ നിന്ന് ഹൈഡ് ചെയ്യും. അതായത് അര യൂസ് ചെയ്ത് ക്യൂ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഹെൽപ്പ് ചെയ്യണ കാര്യങ്ങളും ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ് ചെയ്ത് ക്യൂ ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളും രാവിലെ ബിൽറ്റിനായിട്ട് ഉണ്ടാവും. അത് നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വെറുതെ പുഷും പോപ്പും തന്നെ കൊടുത്താൽ മതി. അരയാണെങ്കിൽ അരയിൽ പോയിക്കോളും, ലിങ്ക് ലിസ്റ്റ് ആണെങ്കിൽ ലിങ്ക് ലിസ്റ്റിൽ പോയിക്കോളും. ഒരു സ്റ്റാൻഡേർഡ് അത് ക്യൂ ഏത് രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതായത് കളക്ഷൻ ഫ്രെയിംവർക്ക് യൂസ് ചെയ്തിട്ട് ക്യൂ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്താലും അല്ലെങ്കിൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തായാലും അത് പുഷും പോപ്പും തന്നെയായിരിക്കും യൂസ് ചെയ്യണത്. അതുപോലെ ഈ സ്റ്റാക്കിന്റെ എക്സാമ്പിൾ ഞാനിവിടെ 3 S1 S2 S3 എന്നുള്ള സ്റ്റാക്കിന്റെ കേസ് പറഞ്ഞു. ഈ S1 S2 S3 എന്നുള്ള 3 സ്റ്റാക്കും കളക്ഷൻ ഫ്രെയിംവർക്കിന്റെ റൂൾസ് അനുസരിച്ച് നമ്മൾ കോഡ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഇൻഡിജർ ആണ് എന്താണ് പുഷ് ചെയ്യണമെന്നുള്ളത് കോഡിങ് ടൈമിൽ ഇമ്പോർട്ടൻ്റ് ആയിരിക്കില്ല. ആ ഫംഗ്ഷൻ നെയിം സെയിം തന്നെ ആയിരിക്കും. നെയിം പുഷ് ചെയ്യുകയാണെങ്കിൽ പുഷും തന്നെ, നെയിം പോപ്പ് ചെയ്യാനാണെങ്കിൽ പോപ്പും തന്നെ, സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് പുഷ് ചെയ്യാനാണെങ്കിൽ പുഷും തന്നെ, പോപ്പ് ചെയ്യാനാണെങ്കിൽ സ്റ്റുഡൻറ്റ്. ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള കാര്യങ്ങൾ ബേസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫങ്ഷൻസും സെയിം വരുന്ന രീതിയിൽ ചെയ്യും. ഈ പ്രോഗ്രാം കുറച്ചും കൂടി റീഡ് ചെയ്യണം, കുറച്ചും കൂടി സിമ്പിളായിട്ട് തോന്നുന്നു. അതേപോലെ വെച്ചാൽ നമുക്ക് ഇങ്ങനെ കേൾക്കാം, എ എന്നുള്ള ഒരു അരയുണ്ടെന്ന് വിചാരിക്കാം. അരയിലെ കണ്ടുപിടിക്കാൻ വേണ്ടി സ്ക്വയർ ബ്രാക്കറ്റ് സാധാരണ യൂസ് ചെയ്യണം. അതേപോലെ അത് ith എലിമെന്റ് എടുക്കണമെന്ന് വെച്ചെങ്കിൽ A(i) എന്ന് പറഞ്ഞു കൊടുക്കും. അതേപോലെ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഒരു കാര്യം വിചാരിക്കും, ബി എന്നുള്ള വേറെ എന്തോ ഒരു കളക്ഷൻ ഉണ്ട്, അതിന്റെ ith എലിമെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ആയിരുന്നു വിചാരിക്കും. അത് ചിലപ്പോൾ ബി ഓഫ് സർക്കുലർ ബ്രാക്കറ്റ് ആയിരിക്കും കൊടുക്കുന്നത്. അവിടെ റൂൾ അനുസരിച്ച് സാധാരണ റൂൾ അനുസരിച്ച് കളക്ഷൻ ഫ്രെയിംവർക്ക് യൂസ് ചെയ്തില്ലെങ്കിൽ BF(i) എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ചിലതിൽ ഇപ്പൊ സി എന്നുള്ള എന്തോ ഒരു ടൈപ്പില് കളക്ഷൻ അല്ലെങ്കിൽ ഒരു ഉണ്ടെന്ന് വിചാരിക്കാം, അതിൽ ith എലിമെന്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ C.get i എന്ന് പറഞ്ഞാലും കൊടുക്കണത്. എയും ബിയും സി ഒക്കെ പല കളക്ഷൻസ് ആണ്. പല ഐറ്റംസ് എയിലുണ്ട്, പല ഐറ്റംസ് ബിയിലുണ്ട്, പല ഐറ്റംസ് സിയിലുണ്ട്. അത് 3 ഡിഫറെന്റ് ടൈപ്പില് എന്തൊക്കെയോ കളക്ഷൻസ് ആണെന്ന് വിചാരിക്കുക. എയിലെ ith എലിമെന്റ് എടുക്കാനായിട്ട് AF സ്ക്വയർ ബ്രാക്കറ്റ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ കൊടുക്കാറുള്ളത്, ബിയിലെ ith എലിമെന്റ് AF സർക്കിൾ ബ്രാക്കറ്റ് ആയിരുന്നെങ്കിൽ കൊടുക്കാറുള്ളത്, സി എന്നുള്ള കളക്ഷനിലെ ith എലിമെന്റ് C.get i എന്ന് പറഞ്ഞായിരിക്കും കൊടുക്കാറുള്ളത്. ഇത് ശരിക്കും അവയുടെ ഡീഫോൾട്ട് സിൻറ്റാക്സ് ഇങ്ങനെ ആയിരിക്കും ചിലപ്പോൾ. നമ്മൾ ഈ പ്രോഗ്രാം ടൈപ്പ് ചെയ്യുമ്പോൾ ഈ കളക്ഷൻ ഫ്രെയിംവർക്കൊക്കെ യൂസ് ചെയ്താൽ കളക്ഷൻ ഫ്രെയിംവർക്കിന്റെ റൂൾ അനുസരിച്ചാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കളക്ഷൻ ഫ്രെയിംവർക്കിലുള്ള ബിൽറ്റ് ക്ലാസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ith എലിമെന്റ് എടുക്കാനായിട്ട് എല്ലാം get i എന്ന് പറഞ്ഞായിരിക്കും.
അതുപോലെ ബി ഓർ ഗെറ്റ് ഐ എല്ലാം സ്റ്റാൻഡേർഡൈസ് ചെയ്യും. ബി ഓർ അതുപോലെ സാധാരണ ഒരു ജെ എന്നുള്ള അരയുടെ ജെത്ത് പൊസിഷനിലോട്ട് എന്തെങ്കിലും അസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് AF_J=9 എന്ന് പറഞ്ഞിട്ടായിരിക്കും കൊടുക്കാറുള്ളത്. അതിന് പകരം കാൾഷൻ ഫ്രെയിംവർക്കിന്റെ റൂൾ അനുസരിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ A.set J = 9 എന്ന് പറഞ്ഞു കൊടുക്കും. നോട്ട് ഒന്നുമില്ല, ജസ്റ്റ് കാൾഷൻ ഫ്രെയിംവർക്ക് യൂസ് ചെയ്തുകൊണ്ട് കഴിയുമ്പോഴുള്ള അഡ്വാൻറ്റേജ് അറിയാൻ വേണ്ടി ഇങ്ങനെ എഴുതുന്നത്. സിൻറ്റാക്സിൽ ചെറിയൊരു ഡിഫറൻസ് എവിടെയെങ്കിലും കാണും. സിൻറ്റാക്സിന് നിങ്ങൾക്ക് ഇവിടെ ഇമ്പോർട്ടൻസ് ഇല്ല. കാൾഷൻ ഫ്രെയിംവർക്കിൻ്റെ ഒരു ഇൻട്രഡക്ഷനും അത് യൂസ് ചെയ്യുമ്പോഴുള്ള അഡ്വാൻറ്റേജസ് മാത്രമേ നിങ്ങൾക്ക് അറിയേണ്ട കാര്യമുള്ളൂ. ഒരു ith എലിമെന്റ് എടുക്കുന്നത് തന്നെ പല രീതിയിലൊക്കെ ആയിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ കളക്ഷൻ മാറുന്നതനുസരിച്ച് ആണ് ആരെയല്ല ith എലിമെന്റ് എടുക്കുന്നത്, ഇംഗ്ലീഷിലെ ith എലിമെന്റ് എടുക്കുന്നത്, സ്റ്റാർട്ടിലെ ith എലിമെന്റ് എടുക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ പലതിലെ ith എലിമെന്റ് എടുക്കുന്നത് പല രീതിയിൽ വരാതെ ഒരേ സ്റ്റാൻഡേർഡിലോട്ട് വരാൻ വേണ്ടിയിട്ട് കാൾഷൻ ഫ്രെയിംവർക്കിൽ കുറച്ച് റൂൾസ് ഉണ്ടാകും. ആ റൂൾസ് അനുസരിച്ച് പ്രോഗ്രാം ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ വരും. പ്രോഗ്രാം കുറച്ചും കൂടി സിമ്പിളൊക്കെ ആവും. കുറെ തീരെ കൂടുതലൊക്കെ താങ്ങുന്നുണ്ട്. അതിൽ മനസ്സിലാക്കുന്ന കുറച്ച് ബേസിക് ആയിട്ടുള്ള വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് മൂന്ന് പോയിന്റെന്ന് വെച്ചാൽ ഈ കളക്ഷൻ ഫ്രെയിംവർക്കിൽ ശരിക്കും എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്നുള്ളതാണ്. നമുക്ക് കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് ആണ് ശരിക്കും ഈ ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞ് പ്രത്യേക രീതി സ്റ്റാൻഡേർഡ് രീതിയിൽ ചെയ്തു പോകാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് റൂൾസ് ഉണ്ട്. അപ്പോൾ ഈ റൂൾസിനെ സപ്പോർട്ട് ചെയ്യണ കുറച്ച് കാര്യങ്ങൾ ശരിക്കും ഇതുണ്ടാവും. ഈ കളക്ഷൻ ഫ്രെയിംവർക്കിൽ മെയിനായിട്ട് ഈ മൂന്ന് കാര്യമാണ് ഉള്ളത്: ഇന്റർഫേസ്, ഇംപ്ലിമെന്റേഷൻ, അൽഗോരിതം. ഇന്റർഫേസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇന്റർഫേസ് കണ്ട് പഠിപ്പിച്ചിട്ടുള്ള ചിലപ്പോൾ നിങ്ങൾ മറന്നു പോയി കാണും. ഇന്റർഫേസ് എന്ന് എഴുതി സ്റ്റാക്ക് എന്ന് കോഡ് എഴുതി വിചാരിക്കും. ഇന്റർഫേസിൽ ശരിക്കും ഫംഗ്ഷന്റെ ബോഡി ഉണ്ടാവില്ല, ഫംഗ്ഷന്റെ നെയിം മാത്രം ഇന്റർഫേസിൽ ഉണ്ടാവും എന്നുള്ളത് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റാക്ക് എന്നുള്ള ഇന്റർഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും സ്റ്റാക്ക് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതിൽ ഏതൊക്കെ ഫംഗ്ഷൻസ് വരാൻ ചാൻസ് ഉണ്ടെന്നുള്ള ഫംഗ്ഷൻസിന്റെ നെയിം മാത്രം ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യേണ്ട കാര്യം ഉണ്ടാവും. വോയിഡ് പുഷ് എന്താണ് പുഷ് ചെയ്യേണ്ടത് എന്നുള്ള ബ്രാക്കറ്റിലുണ്ടാവും. ഞാനിപ്പോൾ സിമ്പിളായിട്ട് എഴുതുന്നുള്ളൂ. അതേപോലെ തന്നെ എന്താണ് റിട്ടേൺ ചെയ്യേണ്ടത് എന്നുള്ള ഡാറ്റ ടൈപ്പ് ഉണ്ടാവും. ഇഞ്ച് ടോപ്പ് ഇതിൻ്റെ ആയിരിക്കും കുറച്ച് ജനറലായിട്ടായിരിക്കും. ആ സിൻറ്റാക്സ് പറഞ്ഞാൽ ഞാനിപ്പോൾ കോംപ്ലിക്കേറ്റ് ആക്കുന്നില്ല. അതൊക്കെ ക്വസ്റ്റ്യൻ ബോക്സിൽ തന്നെ എഴുതുന്നുള്ളൂ. ഇപ്പോൾ സ്റ്റാക്കിൽ പുഷും ടോപ്പും
ഉണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റാക്കിലെ എല്ലാ എലിമെന്റ്സും ഡിസ്പ്ലേ ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഒരു ഫംഗ്ഷൻ ഉണ്ടാവും. അതിൻ്റെയൊക്കെ നെയിം മാത്രമേ ഇന്റർഫേസിൽ ഉണ്ടാവുള്ളൂ. കളക്ഷൻ ഫ്രെയിംവർക്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യണ കളക്ഷൻസിൻ്റെ അല്ലെങ്കിൽ ഡാറ്റ സ്ട്രക്ചേഴ്സിൻ്റെ ഇന്റർഫേസ് അതിൻ്റെ ഉണ്ടാവും. നമ്മൾ നേരത്തെ 3 ടൈപ്പിലെ സ്റ്റാക്കിൻ്റെ കാര്യം പറഞ്ഞ് ക്ലാസ്, ഇൻറ്റ് സ്റ്റാക്ക് എന്ന് അല്ലെങ്കിൽ പേര് കൊടുത്തു ഇൻറ്റ് സ്റ്റാക്ക് പേര് കൊടുത്ത് വിചാരിക്കുക, ഇംപ്ലിമെന്റ്സ്, S1 എന്നുള്ള സ്റ്റാക്ക് പറഞ്ഞായിരുന്നു അതിൻ്റെ അകത്ത് ഇൻഡിജേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ള രീതിയിൽ നേരത്തെ കൂടെ എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു. S1 എന്നുള്ള സ്റ്റാക്കിൽ ഇൻഡിജേഴ്സ് മാത്രമുള്ളൊരു സ്റ്റാക്കിൻ്റെ കാര്യം, S2 എന്നുള്ള സ്റ്റാക്കിൽ നെയിം മാത്രമുള്ള സ്റ്റാക്കിൻ്റെ കാര്യം, S3 സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് ഉള്ള സ്റ്റാക്കിൻ്റെ കാര്യം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 3 വേണ്ടിയുള്ള സ്റ്റാക്കിൻ്റെ കൂടെ ഞാൻ എഴുതുമ്പോൾ ഇൻറ്റ് സ്റ്റാക്ക് എന്നുള്ള രീതിയിൽ ക്ലാസ് എഴുതുന്നു വിചാരിക്കാം. ഇംപ്ലിമെന്റ്സ് സ്റ്റാക്ക് എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്റ്റാക്ക് എന്നുള്ള ഇന്റർഫേസ് ഓൾറെഡി ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഓൾറെഡി ഡിജിറ്റായിട്ട് ഉള്ളതാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇംപ്ലിമെന്റ് സ്റ്റാക്ക് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ജാവയുടെ റൂൾ അനുസരിച്ച് ഈ മുകളിൽ പറഞ്ഞ 3 ഫംഗ്ഷന്റെ ബോഡി ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യണം, അല്ലെങ്കിൽ എറർ വരും. അപ്പോൾ ഇത് കൊടുക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് ഞാൻ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഈ പ്രോഗ്രാമിന് തന്നെയാണ്. കാരണം സ്റ്റാക്കിൻ്റെ കാര്യമാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ഫംഗ്ഷൻ നെയിം പുഷും പോപ്പും ഡിസ്പ്ലേയും ആയിരിക്കും. ഈ പുഷിൻ്റെ ഉള്ളിൽ ഇൻറ്റിജർ നമ്പർ പുഷ് ചെയ്യാനുള്ള കോഡ് ഉണ്ടാവും. ഈ പോപ്പിൻ്റെ ഉള്ളിൽ ഇൻറ്റിജർ നമ്പർ ഡിലീറ്റ് ചെയ്തെടുക്കാനുള്ള കോഡ് ഉണ്ടാവും. ഡിസ്പ്ലേയുടെ ഉള്ളിൽ ആ സ്റ്റാക്കിൽ ഇൻറ്റിജേഴ്സ് മുഴുവൻ ഡിസ്പ്ലേ ചെയ്യാനുള്ള കോഡ് ഉണ്ടാവും. അതേപോലെ ഞാനിപ്പോൾ നെയിമിൻ്റെ ഒരു സ്റ്റാക്ക് കൂടി ഇംപ്ലിമെന്റ് ചെയ്യണം. അത് ഞാനിപ്പോൾ ഒരു നെയിം സ്റ്റാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ പോകണമെന്ന് വിചാരിക്കും. അതും ഇതുപോലെ ഇംപ്ലിമെന്റ് സ്റ്റാക്ക് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ക്ലാസ്സിനുള്ളിലും പുഷും പോപ്പും ഡിസ്പ്ലേയുടെ കോഡ് അല്ലെങ്കിൽ ആ സെയിം ഫംഗ്ഷൻസ് കമ്പൽസറി ആയിട്ട് ടൈപ്പ് ചെയ്യണം. ഫംഗ്ഷന്റെ ബോഡി മാറും. ഇവിടെ പുഷിൽ നെയിം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളതും പോപ്പിൽ നെയിം കോപ്പി എടുക്കാനുള്ളതും ഡിസ്പ്ലേയിൽ ഈ നെയിംസ് മുഴുവൻ ലിസ്റ്റ് ചെയ്യിക്കാനുള്ളതായിരിക്കും. അതേപോലെ സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് വേണ്ടിയിട്ടുള്ള കോഡ് എഴുതുമ്പോൾ ഇത് വീണ്ടും ഇംപ്ലിമെന്റ് സ്റ്റാക്ക് കൊടുക്കും. അപ്പോൾ ഇവിടെ പുഷും പോപ്പും ഡിസ്പ്ലേ, പുഷ് എന്നുള്ള പേര് മാറ്റാൻ പറ്റില്ല. സ്റ്റാക്കിൽ ഏതൊക്കെ ഫംഗ്ഷൻ ലിസ്റ്റ് ചെയ്യുന്ന ആ ഫംഗ്ഷൻസ് എല്ലാം ഇവിടെ വേണം. ഇതിൽ കുറേ സിമിലാരിറ്റീസ് അല്ലെങ്കിൽ ഒരു യൂണിഫോം ടൈപ്പിലെ കോഡ് പോലെ വരും. സ്റ്റാക്ക് ആണെങ്കിൽ പുഷും പോപ്പും ഡിസ്പ്ലേയും വേണമെന്നുള്ള രീതിയിൽ അപ്പം അത് കുറച്ചും കൂടി ആ പ്രോഗ്രാമത്തിന്റെ സെക്കൻഡ് പ്രോഗ്രാം നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാൻ വരുമ്പോൾ അയാൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും. ശരിക്കും ഈ സ്റ്റാക്ക് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ജാവയിൽ സ്റ്റാക്കിന്റെ പ്രോഗ്രാം എഴുതുമ്പോൾ നിങ്ങൾ ഈ ബിൽറ്റ് ഇന്റർഫേസ് യൂസ് ചെയ്യണമെന്ന് കമ്പൽസറി ഒന്നുമില്ല. അതായത് കളക്ഷൻ ഫ്രെയിംവർക്ക് യൂസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കോഡ് എഴുതാം. പുഷ് 1 പോപ്പ് 1 ഡിസ്പ്ലേ 1, പുഷ് നെയിം പോപ്പ് നെയിം ഡിസ്പ്ലേ നെയിം, പുഷ് സ്റ്റുഡ് പോപ്പ് സ്റ്റുഡ് ഡിസ്പ്ലേ സ്റ്റുഡ്, അങ്ങനെ എന്ത് വേണമെങ്കിൽ കൊടുക്കാം. അങ്ങനെ കൊടുത്താൽ ഒരു യൂണിഫിറ്റി അല്ലെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡ്, അതായത് സിംപ്ലിസിറ്റി കോംപ്ലിക്കേറ്റഡ് ആകുന്നു. പക്ഷെ നിങ്ങൾ ഏത് ഡാറ്റ സെറ്റ് റിലേറ്റഡ് ആയിട്ട് കോഡ് എഴുതാൻ പോകുന്നു അത് റിലേറ്റഡ് ആയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ കളക്ഷൻ ഫ്രെയിംവർക്കിൽ ഉണ്ടാവും. സ്റ്റാക്ക് റിലേറ്റഡ് പ്രോഗ്രാംസ് ആണ് നിങ്ങൾ എഴുതാൻ പോകണമെന്നുണ്ടെങ്കിൽ സ്റ്റാക്കിൻ്റെ ഇന്റർഫേസ് അല്ലെങ്കിൽ സ്റ്റാക്കിൻ്റെ കുറേ ബിൽറ്റിംഗ് കോഡ്സ് കളക്ഷൻ ഫ്രെയിംവർക്കിൽ ഉണ്ടാവും. അത് നിങ്ങൾ യൂസ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ, കമ്പൽസറി അല്ല, യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോഗ്രാം ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലോട്ട് വരും. കാരണം ജാവയിലൊക്കെ നിങ്ങൾ കോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളായിരിക്കണമെന്നില്ല യൂസ് ചെയ്യണം, അത് പിന്നീട് മോഡിഫൈ ചെയ്യണം. കാരണം ജാവയിലൊക്കെ കോഡ് ചെയ്തൊന്നും സാധാരണ ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ
അത് വേറെ ആരെങ്കിലും യൂസ് ചെയ്യാൻ കൂടുതൽ ചാൻസ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും മോഡിഫൈ ചെയ്യാൻ ചാൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ സിറ്റുവേഷനിലാണ് കൂടുതൽ ജാവ പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ ഫംഗ്ഷൻ നെയിം കൊടുത്തിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് പ്രോഗ്രാമർ മോഡിഫൈ ചെയ്യാൻ നോക്കുമ്പോൾ അയാൾക്ക് പാടായിരിക്കും. പക്ഷെ കളക്ഷൻ ഫ്രെയിംവർക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ പ്രോഗ്രാം സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലോട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് പ്രോഗ്രാമർക്ക് ഇത് അനലൈസ് ചെയ്തിട്ട് കുറച്ച് സിമ്പിളാണ്, അത് സ്റ്റാൻഡേർഡ് രീതി. കാരണം സെക്കൻഡ് പ്രോഗ്രാമർ ഈ കളക്ഷൻ ഫ്രെയിംവർക്കിനെ കുറിച്ച് അവെയർ ആയിരിക്കും. കളക്ഷൻ ഫ്രെയിംവർക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് സെക്കൻഡ് പ്രോഗ്രാമർക്ക് അറിയാമെന്ന് വിചാരിക്കാം. അപ്പം നിങ്ങൾ ചെയ്തേക്കുന്നത് കളക്ഷൻ ഫ്രെയിംവർക്കിന്റെ റൂൾ അനുസരിച്ച് തന്നെയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് പ്രോഗ്രാമർക്ക് നിങ്ങളുടെ പ്രോഗ്രാം അനലൈസ് ചെയ്ത് മോഡിഫൈ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഒരു ഈ 3 പാർട്ട് ഉണ്ടെന്ന് പറഞ്ഞ് ഇന്റർഫേസ് ഉണ്ട്, കളക്ഷൻ ഫ്രെയിംവർക്കിൽ ഇന്റർഫേസ് ഉണ്ടെന്ന് പറഞ്ഞ് കുറെ ബിൽറ്റിംഗ് ക്ലാസ്സസ് ഉണ്ടെന്ന് പറഞ്ഞ് ഇംപ്ലിമെന്റേഷൻ കുറെ ബിൽറ്റിംഗ് ക്ലാസ്സസ് ഉണ്ട്, അതേപോലെ കുറച്ച് അൽഗോരിതംസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റ് പാർട്ടിന്റെ കാര്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ഇന്റർഫേസ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ഇന്റർഫേസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് പ്രോഗ്രാമൊക്കെ ഉണ്ടാകുന്ന അഡ്വാൻറ്റേജ് ഞാനിപ്പോൾ പറഞ്ഞത് യൂണിഫോം ഫോർമാറ്റിൽ കോഡ് വരുത്താൻ പറ്റും. നിങ്ങൾ സ്റ്റാക്ക് ഡാറ്റയിൽ ഇപ്പോൾ ആദ്യം ഡിറ്റക്ട് പഠിച്ചിട്ടുണ്ടാകുന്നില്ല, അപ്പോൾ ഇൻഡിജർ നമ്പറിന്റെ സ്റ്റാക്ക് മാത്രമേ പഠിച്ചിട്ടുണ്ടാവുള്ളൂ. അതേപോലെ ഇതിൽ കോംപ്ലിക്കേറ്റഡ് സയന്റിഫിക് ആയിട്ടുള്ള ജാവ പ്രോഗ്രാംസ് വലിയ വലിയ പ്രോഗ്രാംസ് എഴുതുമ്പോൾ ചിലപ്പോൾ സ്റ്റാക്കിൽ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മാത്സിലൊരു ഫോർമുല ആയിരിക്കാം, സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് ആയിരിക്കാം. സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യുന്ന കാര്യങ്ങൾ മാറി മാറി വരുന്നുണ്ടാവും. പക്ഷെ അത് എന്തായാലും സ്റ്റാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുഷും പോപ്പും ഡിസ്പ്ലേ എന്തായാലും ഉണ്ടാവും. അപ്പോൾ സ്റ്റാക്ക് ചെയ്യേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ സിമിലർ ആയിരിക്കും, പക്ഷെ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് മാറുന്നുണ്ടാവും. എന്തായാലും പുഷും പോപ്പും ഡിസ്പ്ലേ അല്ലെങ്കിൽ എല്ലാം ഡിലീറ്റ് കളി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഏത് സ്റ്റാക്കിലായാലും ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പം ബിൽറ്റിനായിട്ടുള്ള ഇന്റർഫേസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ യൂണിഫോമിറ്റി വരുത്താൻ പറ്റും. പിന്നെ ഇതേപോലെ കുറെ ഇംപ്ലിമെന്റേഷൻ കുറെ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു. അതെന്ന് വെച്ചാൽ സാറ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന രീതിയിലുള്ള കുറെ ക്ലാസ്സസ് സ്റ്റാക്ക് തന്നെ വിചാരിക്കുക. അരേ യൂസ് ചെയ്തിട്ടുള്ള സ്റ്റാക്ക് നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള സ്റ്റാക്ക് നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വരും. സിയിലാണെങ്കിൽ അരേ യൂസ് ചെയ്തിട്ടുള്ള സ്റ്റാക്കിനുള്ള കോഡ് മുഴുവൻ നിങ്ങൾ എഴുതണം, അല്ലെങ്കിൽ ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ് ചെയ്ത് സ്റ്റാക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള കോഡ് മുഴുവൻ നിങ്ങൾ എഴുതേണ്ടി വരും. ജാവയിൽ അരേ യൂസ് ചെയ്ത് സ്റ്റാക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ബിൽഡിംഗ് ക്ലാസ് ഉണ്ട്, അല്ലെങ്കിൽ ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ് ചെയ്ത് സ്റ്റാക്ക് ക്രിയേറ്റ് ചെയ്യാൻ ബിൽഡിംഗ് ക്ലാസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ സിംഗിൾ ലിങ്ക്ഡ് ഈ സർക്കുലർ ക്യൂ, ഡബിൾ ലിങ്ക്ഡ് ക്യൂ, അങ്ങനെ കുറേ ലിങ്ക്ഡ് ലിസ്റ്റ്, ഡബിൾ ലിങ്ക് ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കുറേ ഡാറ്റ സിസ്റ്റം നേരത്തെ ലിസ്റ്റ് ചെയ്ത് അങ്ങനത്തെ ഒരുപാട് എല്ലാ ബിൽറ്റിനായിട്ടുള്ള എല്ലാ മെയിൻ ടൈപ്പിലെ ഡാറ്റ സെറ്റസിന് വേണ്ടിയിട്ടുള്ള ബിൽറ്റിംഗ് ക്ലാസ് അവർ ഓൾറെഡി ഉള്ളതാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ കോഡ് ചെയ്തേണ്ട കാര്യമില്ല, നിങ്ങൾക്കത് യൂസ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു നമ്മൾ തന്നെ മാറ്റി വേറെ രീതിയിൽ എഴുതുന്ന വിചാരിക്കും. ഇതിൽ സിംഗിൾ ലിങ്ക്ഡ് ലിസ്റ്റ് ആണ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. അത് ചെയ്യാനായിട്ട് ജാവയിൽ ഫിറ്റിംഗ് ക്ലാസ് ഉണ്ടാവും. അതിനൊക്കെ യൂസ് ചെയ്യാൻ ക്ലാസ് ടൈം ഞാൻ ഓർക്കുന്നില്ല, നമുക്ക് ആവശ്യം വരാത്തതുകൊണ്ട് യൂസ് ചെയ്യാറില്ല. അപ്പോൾ നമുക്ക് ആ ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ കോഡ് മുഴുവൻ ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, ഓൾറെഡി ബിൽഡിംഗ് ക്ലാസ് നമ്മുടെ ഇതിലുള്ളതാണ്. ആ ക്ലാസ് യൂസ് ചെയ്തിട്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഓവൻ ഡോട്ട് പുഷ് അങ്ങനെ നമുക്ക് എന്തെങ്കിലും 1 ലിങ്ക് ലിസ്റ്റോട് പുഷ് ചെയ്ത് 4 ലിങ്ക് ലിസ്റ്റോട് പുഷ് ചെയ്ത് നമുക്ക് എന്തെങ്കിലും പോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓവൻ ഡോട്ട് പോപ്പ് കോൾ ചെയ്യാം.
ലാസ്റ്റ് പുഷ് ചെയ്ത് 4 നമുക്ക് തിരിച്ച് കിട്ടും. നമുക്ക് ഇങ്ങനെ കോഡൊന്നും എഴുതിയിട്ടില്ല, ഓൾറെഡി ലിങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാന്നുള്ള കോഡാണ് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത്. ആ കോംപ്ലിക്കേറ്റഡ് കോഡ് അതൊരു ബിൽറ്റിംഗ് ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിനെ കറക്റ്റായിട്ട് അറിയാമെങ്കിൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ബിൽറ്റിംഗ് ഫംഗ്ഷൻസ് യൂസ് ചെയ്യാം. ചില സിറ്റുവേഷനിൽ പക്ഷെ നമുക്ക് ഈ ബിൽറ്റിനായിട്ടുള്ള സിംഗിൾ ലിങ്ക് ലിസ്റ്റ് നമ്മുടെ രീതിയിൽ ചെറുതായിട്ട് മോഡിഫൈ ചെയ്യേണ്ടി വരും. അങ്ങനെ സിറ്റുവേഷൻസ് വരാം. അങ്ങനത്തെ സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ക്ലാസ് മൈ സ്റ്റാക്ക് മൈ ലിസ്റ്റ് എന്തൊരു മോഡിഫിക്കേഷൻ വരുത്തേണ്ടത്. പക്ഷെ നമ്മുടെ കയ്യിൽ ഓൾറെഡി സിംഗിൾ ലിസ്റ്റിന്റെ കോഡ് ഉണ്ട്. അതിലെ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യേണ്ടി വരുന്നത്. അങ്ങനത്തെ സിറ്റുവേഷൻ നമ്മൾ ഡിറൈവ് എടുക്കും. നമ്മൾ മൈ ലിസ്റ്റ് എന്നുള്ള ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു. എക്സ്റ്റൻസ് കൊടുത്തിട്ട് ഓൾറെഡി ഉള്ള ക്ലാസ് നെയിം കൂടി കൊടുക്കും. സിംഗിൾ ലിസ്റ്റ് എന്നുള്ള ക്ലാസ് നെയിം കൊടുക്കുന്നു വിചാരിക്കും. അങ്ങനെ തന്നെ ഈ സിംഗിൾ ലിസ്റ്റിനുള്ളിലുള്ള കോഡ് മുഴുവൻ നമുക്കിവിടെ യൂസ് ചെയ്യുകയും ചെയ്യാം. നമുക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കോഡ് ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ലോജിക്ക് മാറ്റം വരുത്താം. സിംഗിൾ ലിങ്ക് ലിസ്റ്റ് കോഡ് മുഴുവൻ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ഓൾറെഡി ഉള്ള കോഡിൽ ഡിറൈവ് ചെയ്യാൻ സെലക്ട് ചെയ്യാൻ നല്ലതാണ്. അപ്പോൾ സിംഗിൾ ലിങ്ക് ലിസ്റ്റിലുള്ള എല്ലാ ബിൽറ്റിംഗ് ഫംഗ്ഷൻ നമുക്ക് മൈ ലിസ്റ്റ് എന്നുള്ള ക്ലാസ്സിൽ യൂസ് ചെയ്യാം. നമ്മുടെ രീതിയിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വേണ്ടിയിട്ടുള്ള കോഡ് ടൈപ്പ് ചെയ്യുകയും ചെയ്യാം. സെക്കൻഡ് പോയി ഇത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ സെക്കൻഡ് ഈ ലിങ്ക് ലിസ്റ്റിൽ ഉണ്ടെന്ന് പറഞ്ഞ് ഇന്റർഫേസ് ഉണ്ടെന്ന് പറഞ്ഞ് അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് പറഞ്ഞ്, അതുപോലെ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ് അതിൻ്റെ അഡ്വാൻറ്റേജ് നമുക്ക് ആ ബിൽഡിംഗ് ക്ലാസ് യൂസ് ചെയ്ത് വെറുതെ കോഡിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യാം. നമുക്ക് ഈസി ആയിട്ട് പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യാം. ബിൽഡിംഗ് ക്ലാസ് നമുക്ക് എടുത്തിട്ട് നമ്മുടെ രീതിയിൽ മോഡിഫൈ ചെയ്യാം. അതൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ കുറച്ച് അൽഗോരിതം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അൽഗോരിതം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ കളക്ട് കുറേ ഐറ്റംസ് ഒക്കെയാണ്. ചിലപ്പോൾ നമുക്ക് സോർട്ട് ചെയ്യേണ്ടി സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരും. സോർട്ടിങ്ങിന് തന്നെ നിങ്ങൾ പല ഐറ്റംസ് പഠിച്ചിട്ടുണ്ടാവും, അൽഗോരിതംസ് പഠിച്ചിട്ടുണ്ടാവും. ബബിൾ സോർട്ട് പഠിച്ചിട്ടുണ്ടാവും, ഹീപ്പ് സോർട്ട് പഠിച്ചിട്ടുണ്ടാവും, ഹീപ്പ് സോർട്ട് അങ്ങനെ പല സോർട്ടൊക്കെ ഉണ്ട്. ഈ സോർട്ടിങ് ചെയ്യാനായിട്ടുള്ള അൽഗോരിതംസ് ഒക്കെ ഈ കളക്ഷൻ ഫ്രെയിംവർക്കിലുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സിറ്റുവേഷനിൽ ഈ സാധനം സോർട്ട് ചെയ്യുമ്പോൾ ബബിൾ സോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ക്വിക്ക് സോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഹീപ്പ് സോർട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെ ചെയ്യാം. അല്ലെങ്കിൽ ഹീപ്പ് സോർട്ടിന്റെ കോഡ് മുഴുവൻ നമ്മൾ എഴുതേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ബബിൾ സോർട്ടിന്റെ കോഡ് മുഴുവൻ നമ്മൾ എഴുതേണ്ട കാര്യമില്ല. അതിനെല്ലാം ബിൽറ്റിംഗ് ഫംഗ്ഷൻസ് ഉണ്ട്. അത് കോൾ ചെയ്യേണ്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുമ്പോഴേക്കും ഒരൈറ്റം ഓർഡറിൽ 1 2 3 എന്നുള്ള ആ ഓർഡറിൽ തന്നെ നോക്കിയാൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ സെർച്ച് സ്പീഡിലാക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഡാറ്റ സെർച്ചിൽ ബൈനറി സെർച്ച് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. അതൊക്കെ ബൈനറി സെർച്ച് ചെയ്യാനുള്ളതും മറ്റൊക്കെ ഇങ്ങനത്തെ കോഡൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ അൽഗോരിതംസ്, ബിൽറ്റിംഗ് ഫംഗ്ഷൻസ് കളക്ഷൻ ഫ്രെയിംവർക്കിലുണ്ട്. നിങ്ങളിത് ബേസിക് ആയിട്ടുള്ള കാര്യം പഠിക്കുന്നതാണ്. ഇത് പഠിക്കാൻ പോയാൽ അല്ലെങ്കിൽ ഇതിൻ്റെ കോഡൊക്കെ ശരിക്കും എടുത്ത് നോക്കാൻ പോയാൽ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റ് കുറച്ച് സിൻറ്റാക്സ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് അത്രയും രീതിയിൽ ചോദിക്കാൻ ചാൻസ് കുറവാണ്. കളക്ഷൻ ഫ്രെയിംവർക്കിൻ്റെ ബേസിക് ആയിട്ടുള്ള ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമുള്ളൂ. അതിൽ കുറേ കളക്ഷൻ ഫ്രെയിംവർക്കൊക്കെ ഉണ്ട്. ഈ മാപ്പ്, സോർട്ട്, സെറ്റ്, ലിങ്ക് ലിസ്റ്റ്, ഡബിൾ ലിങ്ക് ലിസ്റ്റ്, ഇൻറ്റഗ്രേഷൻ, അറേ ലിസ്റ്റ് എന്ന് പറയുന്ന സംഭവമൊക്കെ ഉണ്ട്. കളക്ഷൻ ഫ്രെയിംവർക്കിനെ 6 മാർക്ക് ക്വസ്റ്റ്യൻ വന്നാൽ എഴുതാനുള്ള അത്ര പോയിന്റ് പഠിച്ചിരിക്കണം. ഇനി നിങ്ങളുടെ സിലബസിൽ അറേ ലിസ്റ്റ് എന്നുള്ള ഒരു കളക്ഷൻ ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ കളക്ഷൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്, സിലബസിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മാത്രം ചിലപ്പോൾ സെപ്പറേറ്റ് 6 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ, അല്ലെങ്കിൽ 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാനുള്ള ഉണ്ട്. അത് ചിലപ്പോൾ ചോദിക്കുമായിരിക്കും.
അത് ഇന്നിപ്പോൾ എടുത്താൽ തീരൂല, ഞാൻ അടുത്ത ക്ലാസ്സിൽ എടുത്തു തരാം. അപ്പോൾ അടുത്ത എക്സാം ടോപ്പിക്കൊക്കെ, എക്സാമിന് വരാൻ ചാൻസുള്ള ടോപ്പിക്ക് നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. എങ്കിലും 3rd മോഡ്യൂളും 4th മോഡ്യൂളും ഉണ്ട്, പിന്നെ 2nd മോഡ്യൂളിലെ ലാസ്റ്റ് പോർഷൻ ഉണ്ട്. പക്ഷെ അതിലെ ടോപ്പിക് കുറച്ച് പോർഷൻ കൂടുതലായതുകൊണ്ട് അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതൊക്കെയാണെന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. അപ്പം ഞാൻ അടുത്ത ക്ലാസ്സിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത് എന്തായാലും പഠിച്ചിട്ട് വരിക.